അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നായകത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്ര ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ്. ഓരോ സ്വീകരണ സമ്മേളനത്തിലെയും ജനലക്ഷങ്ങൾ മാത്രമല്ല, സ്വീകരണ കേന്ദ്രങ്ങളിലും കേരള യാത്ര സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വഴികളിലും വലിയ ജനക്കൂട്ടം കൊടികളും ബാനറുകളുമായി അഭിവാദ്യമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരള യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഈ കേരള യാത്രയെ കേരളീയ ജനത എത്രത്തോളം നെഞ്ചേറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ 2 സ്വീകരണ സമ്മേളനത്തിലും തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അരീക്കോട്ട് വെച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിലും തിരൂരിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിലും ജനലക്ഷങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അരീക്കോടിനെയും തിരൂരിനെയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആ നഗരിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനങ്ങളാണ് അവിടുത്തെ സ്വീകരണ സമ്മേളനത്തിൽ തടിച്ചു കൂടിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ മലപ്പുറം ജില്ലയിൽ കേവലം ഒരു സ്വീകരണ സമ്മേളനം മാത്രമായിരുന്നെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു നഗരം മലപ്പുറം ജില്ലയിലുണ്ടോ? ആ നഗരമാകെ സ്തംഭിച്ചു പോകുന്നൊരവസ്ഥയാവൂലേ? ഏതായാലും മലപ്പുറം ജില്ലയിൽ 2 ഭാഗത്ത് സ്വീകരണ സമ്മേളനം ഒരുക്കിയത് സംഘാടകർക്ക് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. അതല്ലെങ്കിൽ ഒരു നിലക്കും ആ നഗരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാകുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ജനക്കൂട്ടം. ഇതൊക്കെ കാണുമ്പോൾ, ഓരോ സ്വീകരണ സമ്മേളനത്തിലെയും ജനലക്ഷങ്ങൾ കാണുമ്പോൾ ഇനി തിരുവനന്തപുരത്ത് എന്തായിരിക്കും സംഭവിക്കുക? ആ നഗരിക്ക്, അനന്തപുരിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ഈ ജനലക്ഷങ്ങളെ എന്ന് ആലോചിച്ചു പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. കാന്തപുരം ഉസ്താദ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ലല്ലോ. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഒന്നുമല്ല. ഒരുപാട് മന്ത്രിമാരുള്ള, ഒരുപാട് ജനപ്രതിനിധികളുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണോ? ഇനി അവരൊക്കെയാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നതെങ്കിൽ ആ പാർട്ടിക്കാർ മാത്രമേ അഭിവാദ്യം ചെയ്യാനും പിന്തുണ അർപ്പിക്കാനും ഉണ്ടാവുള്ളൂ. വഴിയോരങ്ങളിൽ മുദ്രാവാക്യം വിളിക്കാൻ ആ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എല്ലാ പാർട്ടിക്കാരും പിന്തുണ അർപ്പിക്കുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അവരുടെയൊക്കെ സ്വന്തം കൊടിയും പതാകയും ഏന്തിയിട്ടാണ് അവരൊക്കെയും വഴിയുടെ അരികിൽ സ്വീകരിക്കാൻ തടിച്ചുകൂടുന്നത്. മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ആളുകൾക്ക് സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എല്ലാ പാർട്ടിക്കാരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമന്യേ മുഴുവൻ രാഷ്ട്രീയക്കാരും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനും കേരളയാത്ര ജാഥ നായകർക്കുമൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തടിച്ചുകൂടുന്ന ജനങ്ങൾ. കാന്തപുരം ഉസ്താദ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു കായിക താരമാണോ? അല്ലെങ്കിൽ വലിയ സിനിമാ നടനാണോ? ഒന്നുമല്ല. കേവലം ഒരു മതപണ്ഡിതൻ മാത്രമാണ്. ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന സാധാരണ പണ്ഡിതന്മാരെ പോലെ ദീനീ പ്രബോധനം നടത്തുന്ന ഒരു മതപണ്ഡിതൻ മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു മതപണ്ഡിതനെ ഈ കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് തന്നെ ഇത്രത്തോളം വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലെ പല ഉന്നതന്മാരും രാജാക്കന്മാരും ഭരണകർത്താക്കളുമൊക്കെ വലിയ ആദരവോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടിനുമുള്ള അംഗീകാരം തന്നെയാണ്. മുൻകാലങ്ങളിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും ഏറ്റവും കൂടുതൽ എതിർത്തവരും വിമർശിച്ചവരും പരിഹസിച്ചവരുമൊക്കെ ആ കാന്തപുരം ഉസ്താദിനെയും കേരള യാത്രയെയും പിന്തുണക്കുന്നത് കാണുമ്പോൾ, സ്വീകരിക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും മനുഷ്യരെ ചേർത്ത് പിടിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ കേരളയാത്രയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് പേർ ഈ കേരളയാത്രയെ വിമർശിക്കുകയും എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് പിന്നാലെ കൂടുന്നുണ്ട്. അവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഈ കേരളത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണവർ. വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമേ അവരുള്ളൂ. അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. അവർ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സമൂഹത്തിനിടയിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത്തരക്കാരായ ആളുകൾ മാത്രമാണ് ഈ കേരള യാത്രയിൽ നിന്നും ഇതിനെ പിന്തുണക്കാതെ ഇതിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും കൊണ്ട് മാറി നിൽക്കുന്നത് അവർ മാത്രമാണ്. അവരൊന്നുകിൽ വഹാബികളാണ്, അല്ലെങ്കിൽ സംഘികളാണ്, അതുമല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില കൂട്ടരുണ്ടല്ലോ, അവരാണ്. അത്തരക്കാരായ കേവലം ന്യൂനപക്ഷങ്ങൾ മാത്രമാണ്
ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നായകത്വത്തിൽ നടക്കുന്ന ഈ കേരള യാത്രയെ വിമർശിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് മാറി നിൽക്കുന്നത്, പിന്നാലെ കൂടുന്നത് അവർ മാത്രമാണ്. ബാക്കി എല്ലാവരും കാന്തപുരം ഉസ്താദിനെയും കേരള യാത്രയെയും അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഈ വിമർശനങ്ങളുടെ ജൽപ്പനങ്ങളൊന്നും നമ്മൾ കാതോർക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവഗണിച്ച് പുച്ഛിച്ച് തള്ളുക ചെറിയൊരു വിഭാഗമല്ലേ. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇതിനെ പിന്തുണക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ സത്യത്തിൻ്റെ കൂടെ നിന്നാൽ ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. എത്ര അർത്ഥവത്തായ വാക്കാണ് ഉസ്താദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഉസ്താദും ഉസ്താദിൻ്റെ അനുയായികളും എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. എന്നാൽ അന്ന് എല്ലാ എതിർപ്പുകളും എല്ലാ പരിഹാസങ്ങളും സഹിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് ഇന്ന് അങ്ങേയറ്റം സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലോ. എന്നാൽ അന്ന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് മൺമറഞ്ഞു പോയ ആളുകളുണ്ട് നമുക്കിടയിൽ നിന്ന്. അവർക്ക് ഈ സന്തോഷമൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യകാലത്തൊക്കെ ഒരു സമസ്തക്കാരനെന്നോ അല്ലെങ്കിൽ AP സുന്നി എന്നൊക്കെ പറയാൻ തന്നെ മടിയായിരുന്നു, പറയാൻ തന്നെ പേടിയായിരുന്നു. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അഭിമാനത്തോടെ ഞാനൊരു AP സുന്നിയാണ്, ഞാനൊരു സമസ്തക്കാരനാണ്, ഞാനൊരു സുന്നി പ്രവർത്തകനാണെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കാന്തപുരം ഉസ്താദും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഒരുപാട് നേതാക്കളുമാണ്. ഇതെല്ലാം ഈ സമുദായത്തിന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേടിക്കൊടുത്ത ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ പാഠം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, ഒരു മതം, ആ മതത്തിൻ്റെ വിശ്വാസങ്ങളും നയനിലപാടുകളും നിയമങ്ങളൊക്കെ തുറന്നു പറയുന്നതിൽ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു പേടിയും നമുക്ക് ആവശ്യമില്ല എന്ന് വരച്ച് കാണിക്കുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. കാരണം ഏത് കാലത്തും ഏത് സമൂഹത്തിലും തുറന്നു പറയാൻ പറ്റിയ ഒരു പ്രത്യയശാസ്ത്രത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അത് തുറന്നു പറയാനും പ്രചരിപ്പിക്കാനും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന കാലത്തോളം അതിന് നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, പേടിച്ച് പിന്നോട്ടടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളോട് പറയുന്നത്. അത് തുറന്നു പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരാം, പരിഹാസങ്ങളിൽ കേൾക്കേണ്ടി വരാം, ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരും. എന്നാൽ ആ വിമർശനങ്ങളും പരിഹാസങ്ങളും എതിർപ്പുകളും ഒന്നും വകവെക്കാതെ ധീരമായിട്ട് മുന്നോട്ട് പോയാൽ അവസാനം ഈ എതിർത്തവരൊക്കെ നമ്മളെ അംഗീകരിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഉസ്താദ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മെ വിമർശിച്ചവരും എതിർത്തവരും നമ്മെ പരിഹസിച്ചവരുമൊക്കെ നമ്മളെ പിന്തുണക്കുന്ന ഒരു കാലം വരുമെന്നാണ് ഉസ്താദ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുമാത്രമല്ല, ഈ സമൂഹത്തിൽ എല്ലാ കാലത്തും ഛിദ്രതയുണ്ടാക്കാൻ ചില കൂട്ടരുണ്ടല്ലോ, വിഭാഗീയത ഉണ്ടാക്കാൻ ചില കൂട്ടരുണ്ടല്ലോ, അവരെ മാറ്റി നിർത്തുകയും വേണം. കൊറോണ വൈറസ് ബാധിച്ചവരെ നമ്മൾ മാറ്റി നിർത്തുന്നത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് അത് സമൂഹത്തിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെയാണ് ഈ വിഭാഗീയത ഉണ്ടാകുന്ന, വർഗീയ വിഭജനമുള്ള ആളുകളുടെ മനസ്സ്, ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ വെമ്പുന്ന ആളുകളുടെ മനസ്സ് അതുപോലെയാണ്. അപ്പോൾ അവരുടെ ആ ദുഷിച്ച സ്വഭാവം മറ്റുള്ളവരിലേക്ക് പകരാൻ പാടില്ല. ഇവിടുത്തെ മനുഷ്യരെ ഒന്നാകാൻ, ഇവിടുത്തെ മനുഷ്യർക്കിടയിൽ ഐക്യമുണ്ടാകാൻ ഛിദ്രതയുണ്ടാക്കുന്ന ആളുകളെ മാറ്റി നിർത്തൽ അനിവാര്യമാണ്. അപ്പോൾ അത്തരക്കാരായ ആളുകൾ മാറ്റി നിർത്തണം. അവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ വിഭാഗീയത ഉണ്ടാക്കുന്നവരെയും ഇവിടെ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ നടക്കുന്നവരൊക്കെ ചേർത്ത് പിടിച്ചാൽ പിന്നെ ഈ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ എങ്ങനെ കഴിയൂല. അപ്പോൾ ഉസ്താദ് ഒരു ഭാഗത്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ജനങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുന്നവരെ മാറ്റി നിർത്തുകയും അവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും തുറന്നു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രവർത്തനം കൂടി നമുക്ക് മാതൃകയാണ്. ഇന്നിപ്പോൾ കേരള യാത്രയിൽ പല അഭിമുഖങ്ങളും ചോദിച്ചു, എന്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നില്ല, അവരും മനുഷ്യരല്ലേ എന്നൊക്കെ. അതിന് കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട് ജാഥാ ക്യാപ്റ്റന്മാർ. എന്താണ്, ഈ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നവരെ കൂടി ചേർത്ത് പിടിച്ചാൽ മറ്റുള്ളവർക്ക് കൂടി ആ ഒരു രോഗം പകർന്ന് അവർക്കും കൂടി മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താതെ ഈ ജനങ്ങളെ സംസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സന്ദേശം ഈ ജാഥാ ക്യാപ്റ്റന്മാർ നൽകുന്നുണ്ട്. അവർ കുറച്ച് ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ, അത് എല്ലാ കാലത്തും ഉണ്ടാവും. അവരെ മാറ്റി നിർത്താതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കൊറോണ വൈറസ് വന്നപ്പോൾ കൊറോണ ബാധിച്ച ആളുകളെ നമ്മൾ മാറ്റി നിർത്താതെ മറ്റുള്ളവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ചിന്താഗതി ഉള്ളവരെയും മാറ്റി നിർത്താതെ
മറ്റുള്ളവരെ സംസ്കരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യക്തമായ ഉദാഹരണങ്ങൾ ഈ കേരള യാത്രയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി കേരള യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് എന്താണ്? ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുവരും. മണ്ണിതിൽ ജന്നത്താക്കി സമസ്ത വഴികളിൽ മനുഷ്യനെന്നൊരൊറ്റ പേരിൽ നമ്മൾ കൂടിച്ചേരണം. മണ്ണിതിൽ ജന്നത്താക്കി സമസ്ത വഴികളിൽ മനുഷ്യനെന്നൊരൊറ്റ പേരിൽ നമ്മൾ കൂടിച്ചേരണം. വിവേചനത്തിൻ മുറിവ് സ്നേഹസ്പർശം മൂടണം. മതത്തിൽ നന്മ തീർത്ത് മാനവീകം പാടണം. മതത്തിൽ നന്മ തീർത്ത് മാനവീകം പാടണം. സത്യസ്നേഹമേ ശബ്ദമാ. സംസാരിക്കാൻ കഴിയാത്ത, കേൾവി ശക്തിയില്ലാത്ത ആളുകളെ ഇവരെ ചേർത്ത് പിടിക്കുകയാണ്. അവരിന്ന് വരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു അനുഭൂതി അവർക്ക് ഉണ്ടാക്കിക്കിടക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, കേവലം ഈ സംസാരശേഷിയും കേൾവി ശക്തിയുമുള്ള ആളുകൾക്ക് ഇവിടെ നന്മ പകർന്നു കൊടുത്താൽ മതിയോ? അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ മതിയോ? സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ കേൾവി ശക്തിയും അതേപോലെ സംസാരശേഷിയും ഇല്ലാത്ത ആളുകൾ. എന്നാൽ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംഘടനക്കോ ഈ കേരളത്തിൽ കാണിക്കാൻ കഴിയാത്തൊരു മാതൃകയാണത്. പല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത്, പല സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവരെ ചേർത്ത് പിടിച്ചത് കൊണ്ട് ഒരു നേട്ടവും ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സംഘടന എന്തുകൊണ്ടാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്? അവരെ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? അവർ ഈ സംഘടനാ നേതൃത്വത്തിലേക്ക് വന്നുകൊണ്ട് അവർക്ക് 4 ആളുകളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയുമോ? അല്ലെങ്കിൽ ഒരു 10 ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയുമോ? കഴിയില്ല. എന്നാൽ അവർക്കിടയിലുള്ള സമൂഹത്തിന് നല്ല ഒരു ജീവിത മാതൃക കാണിക്കാൻ, നല്ല സംസ്കാരമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും. അതിനുള്ള ഒരു ചുവടുവെപ്പാണ് ഈ കേരള യാത്രയിലൂടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും കേരള യാത്രയുടെ സംഘാടകരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്! അതിന് പരിശീലനം കൊടുത്ത ആളുകളെ രംഗത്തേക്ക് ഇറക്കുകയാണ്, അവർക്കിടയിലേക്ക് ഇറക്കി വിടുകയാണ്. അവരെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള പരിപാടികൾ നിരന്തരമായി സംഘടിപ്പിക്കുകയാണ്. അവർക്കും അവരർഹിക്കുന്ന എല്ലാ പരിഗണനയും കൊടുക്കുകയാണ്. ആരെയും മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ മാതൃകകൾ കാണിച്ചുകൊണ്ടാണ് ഈ കേരള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എതിർത്തവരും വിമർശിച്ചവരും പരിഹസിച്ചവരും ഈ കേരള യാത്രയ്ക്ക് പിന്തുണ നൽകുന്നത്, ഈ കേരള യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത്, ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാനും ഭിന്നിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള കൺകുളിർമയുള്ള കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.